ഗുഡ് മോർണിംഗ് ഓൾ. പൊളിറ്റിക്കൽ സയൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. +1 പൊളിറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ദി റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്നാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഭരണഘടന എന്താണെന്ന് പഠിച്ചു, ഭരണഘടന എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പഠിച്ചു. ഇന്ത്യൻ ഭരണഘടന പല രാഷ്ട്രങ്ങളിലെ ഭരണഘടനയിൽ നിന്നും ആശയങ്ങൾ കടം കൊണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. ഇന്ന് നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാൻ പോകുന്നു. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് അവകാശങ്ങൾ എന്നറിയണം. എന്താണ് അവകാശങ്ങൾ? അവകാശങ്ങൾ എന്നാൽ മെച്ചപ്പെട്ടൊരു ജീവിതം നയിക്കുന്നതിനും വ്യക്തിത്വ വികസനത്തിനും ആവശ്യമായ സാഹചര്യങ്ങളാണ്. അതായത് ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം, അതുപോലെ അയാളുടെ വ്യക്തിത്വം അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആവുന്നതിനുള്ള സാഹചര്യം, ഇതെല്ലാമാണ് അവകാശങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന അവകാശങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമായിട്ട് എടുത്തിട്ടുള്ളത്. അവകാശങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവകാശ പത്രിക ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയും. അവകാശ പത്രിക എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് റൈറ്റ്സ്. എന്താണ് ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശ പത്രിക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടുള്ളതും ഭരണഘടന സംരക്ഷണം നൽകുന്നതുമായ അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. അപ്പൊ എന്താണ് അവകാശ പത്രിക? ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടുള്ളതും ഭരണഘടന സംരക്ഷണം നൽകുന്നതുമായ അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ദ ബിൽ ഓഫ് റൈറ്റ്സ്. The Bill of Rights എന്ന് പറഞ്ഞാൽ the list of rights which are mentioned and protected by the Constitution. അതാണ് Bill of Rights അല്ലെങ്കിൽ അവകാശ പത്രിക. അവകാശങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് സാധാരണ അവകാശങ്ങളും മറ്റൊന്ന് മൗലിക അവകാശങ്ങളും. സാധാരണ അവകാശങ്ങളും മൗലിക അവകാശങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ അവകാശം എന്ന് പറഞ്ഞാൽ സാധാരണ നിയമങ്ങൾക്ക് വിധേയമായ അവകാശങ്ങളാണ്. സാധാരണ അവകാശം അല്ലെങ്കിൽ ലീഗൽ റൈറ്റ്സ് എന്ന് പറയും. ലീഗൽ റൈറ്റ്സ് അല്ലെങ്കിൽ സാധാരണ അവകാശം എന്ന് പറഞ്ഞാൽ സാധാരണ നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ള അവകാശങ്ങളാണ്. അത്തരം അവകാശങ്ങൾ ഓരോ പൗരനും ലഭിക്കാം. എന്നാൽ അവ ലഭിച്ചില്ലെങ്കിൽ ഭരണഘടനാപരമായി അവ നേടിയെടുക്കാൻ കഴിയില്ല. എന്നാൽ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഭരണഘടനയാണ് ഇവയെ സംരക്ഷിക്കുന്നതും. അത്തരം അവകാശങ്ങൾ ഓരോ പൗരനും ലഭിക്കേണ്ടത് നിർബന്ധമാണ്. അത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭരണഘടന വഴി അത് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ സാധാരണ അവകാശം അല്ലെങ്കിൽ ലീഗൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ള അവകാശങ്ങളാണ്. അവ ലഭിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ലഭിക്കേണ്ടത് നിർബന്ധമാണ്. അവ ലഭിക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? ഭരണഘടനയിലൂടെയാണ്. ഭരണഘടനയാണ് അത് നൽകുന്നതും ഭരണഘടന തന്നെയാണ് അതിനെ സംരക്ഷിക്കുന്നതും. അപ്പൊ മൗലിക അവകാശങ്ങളും സാധാരണ അവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസം പഠിക്കാം. മൗലിക അവകാശങ്ങൾ നമുക്ക് നൽകുന്നത് ഭരണഘടനയാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ പാർട്ട് 3-ലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 3-ലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നത്. അപ്പോ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളായിട്ടാണ് മൗലികാവകാശങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. പാർട്ട് 3-ലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നത്. അപ്പൊ ഈ പാർട്ട് 3 എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യണം. 1 വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നത് പാർട്ട് 3-ലാണ്. ഇന്ത്യയിലെ പൗരന്മാർക്ക് 6 മൗലികാവകാശങ്ങളാണ് ഭരണഘടന ഉറപ്പ് നൽകുന്നത്. 6 മൗലികാവകാശങ്ങളാണ് ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നത്. There are 6 fundamental rights are provided by Indian Constitution.
right to equality, right to freedom, right against exploitation, right to freedom of religion, cultural and educational right, right to constitutional remedies. ഇതാണ് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഇങ്ങനെ 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. അതിലൊന്നാമത്തതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിലാണ് റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നത്. മൗലികാവകാശങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 6 മൗലികാവകാശങ്ങളും കൃത്യമായ ഓർഡറിൽ തന്നെ പഠിക്കണം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഇതിങ്ങനെ കൃത്യമായ ഓർഡറിൽ തന്നെ പഠിക്കണം. ഒന്നാമത്തെ അവകാശം സമത്വത്തിനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ഈക്വാലിറ്റി. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ഇത് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇനി പഠിക്കേണ്ടത് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 18. ഈ ആർട്ടിക്കിളുകൾ നൽകിയിട്ടുള്ള അവകാശങ്ങൾ എന്താണ് എന്ന് 1 by 1 ആയിട്ട് നിങ്ങൾ പഠിക്കണം. അതിലൊന്നാമത്തേതാണ് ആർട്ടിക്കിൾ 14. സമത്വത്തിനുള്ള അവകാശത്തിലെ ഒന്നാമത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. അതായത് ഇന്ത്യയിലെ ഏതൊരു വ്യക്തിയും ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, ഭാഷാ വ്യത്യാസമില്ലാതെ നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ലിംഗത്തിന്റെയോ ഭാഷയുടെയോ പേരിൽ നിയമത്തിന് മുന്നിൽ ഒരു വേർതിരിവും പാടില്ല. എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ്. അതാണ് ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ സമത്വം. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, അതായത് നിയമം മുഖേന തുല്യ സംരക്ഷണം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിയമം എല്ലാവരെയും തുല്യമായിട്ടാണ് സംരക്ഷിക്കുന്നത്. അതാണ് സമത്വത്തിനുള്ള അവകാശത്തിലെ ഒന്നാമത്തെ അവകാശമായ ആർട്ടിക്കിൾ 14 പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 15 പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിൽ നിന്നും സംരക്ഷണം. ഡിസ്ക്രിമിനേഷൻ അതായത് ജാതിയുടെ പേരിലോ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിലോ വിവേചനം പാടില്ല. അത്തരത്തിലുള്ള വിവേചനത്തിൽ നിന്നും സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിളാണ് പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിൽ നിന്നും സംരക്ഷണം. ആർട്ടിക്കിൾ 16 പറയുന്നു അവസര സമത്വം. അവസര സമത്വം, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇന്ത്യയിലെ ഏതൊരു പൗരനും ഏതൊരു മേഖലയിലും ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ട്. അപ്പോ അവസര സമത്വം ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും മറ്റൊരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ തുല്യമായ അവസരം പ്രദാനം ചെയ്യുന്നു. അതാണ് അവസര സമത്വം. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്ത നിർമ്മാർജ്ജനം. പണ്ടുകാലം മുതലേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഈവിൾ ആണ് അല്ലെങ്കിൽ സാമൂഹികമായ അനാചാരമാണ് അയിത്തം. അല്ലെ, അയിത്തം അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി. ജാതിയുടെ പേരിൽ ജാതി ശ്രേണിയിൽ താഴെ കിടക്കുന്ന ആളുകളെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മുൻ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ അയിത്തം എന്ന് പറയുന്നത് നിർമ്മാർജ്ജനം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഇതും സമത്വം കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട ഒരു അവകാശമാണ്. അപ്പോ ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം അല്ലെങ്കിൽ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, ബഹുമതികൾ ഒഴിവാക്കൽ. ബഹുമതികൾ ഒഴിവാക്കൽ. ബഹുമതികൾ ഒഴിവാക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇന്ത്യയിലെ പല വ്യക്തികൾക്കും പലതരത്തിലുള്ള ബഹുമതികൾ ലഭിക്കാറുണ്ടല്ലേ, പത്മശ്രീ, പത്മഭൂഷൺ. ഇന്ത്യൻ പൗരന്മാർക്ക് അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവരുടെ അധ്വാനത്തിനനുസരിച്ചായിരിക്കണം
ബഹുമതികൾ നൽകേണ്ടത്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള മാനദണ്ഡവും ഈ കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇത്തരത്തിൽ സമത്വം കൊണ്ടുവരാനുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18, എബോളിഷൻ ഓഫ് ടൈറ്റിൽസ് അല്ലെങ്കിൽ ബഹുമതികൾ ഒഴിവാക്കൽ. ഒന്നാമത്തെ മൗലികാവകാശമായ സമത്വത്തിനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് പ്രധാനമായും 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകളായിട്ട് 5 അവകാശങ്ങളാണ്. ഇനി രണ്ടാമത്തെ മൗലികാവകാശം നോക്കാം. രണ്ടാമത്തെ മൗലികാവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം ഉറപ്പു നൽകുന്നത്. ആർട്ടിക്കിൾ 19 പ്രകാരം 6 സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും ഭരണഘടന ഉറപ്പു നൽകുന്നു. 6 സ്വാതന്ത്ര്യങ്ങളാണ് ഇത്തരത്തിൽ അനുവദിക്കുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, ഫ്രീഡം ഓഫ് അസംബിൾ, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ഫ്രീഡം ഓഫ് റെസിഡൻസ്, ഫ്രീഡം ഓഫ് ഓക്യുപ്പേഷൻ, ട്രേഡ്, ബിസിനസ്, എക്സെട്ര. ആർട്ടിക്കിൾ 19 6 സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കുന്നു. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സമ്മേളന സ്വാതന്ത്ര്യം, സംഘാടന സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴിൽ, വ്യാപാരം, വാണിജ്യം, വ്യവസായം മുതലായവക്കുള്ള സ്വാതന്ത്ര്യം. അതായത് ഇന്ത്യയിലെ ഏതൊരു പൗരനും അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഉറപ്പു നൽകുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ഇന്ത്യയിലെ ഏതൊരു പൗരനും സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്നു. അതുപോലെ സംഘാടന സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, സംഘാടന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യവും ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്നു. അതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിലെ ഏതൊരു പൗരനും ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്നു. അതുപോലെ ഫ്രീഡം ഓഫ് റെസിഡൻസ്, പാർപ്പിട സ്വാതന്ത്ര്യം, ഇന്ത്യയിലെ ഏതൊരു പൗരനും ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യവും ഈ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്നു. അതുപോലെ ഇന്ത്യയിലെ ഏതൊരു പൗരനും അയാൾക്ക് ഇഷ്ടമുള്ള തൊഴിൽ, വ്യാപാരം, വാണിജ്യം, വ്യവസായം എന്നിവ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. പക്ഷേ ഇതിനെല്ലാം, ഈ സ്വാതന്ത്ര്യങ്ങൾക്കെല്ലാം ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇവയെല്ലാം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? പൊതുവ്യവസ്ഥ, ക്രമസമാധാനം എന്നിവ നിലനിർത്തിക്കൊണ്ടായിരിക്കണം. ഒരാൾക്ക് ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് എങ്ങനെയായിരിക്കണം? അയാൾ പൊതുവ്യവസ്ഥക്കും ക്രമസമാധാനത്തിനും ഹാനികരമാവുന്ന രീതിയിൽ ഇവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടി ഭരണഘടന പറയുന്നു. ആർട്ടിക്കിൾ 20 പറയുന്നു പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്, കൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷയ്ക്കെതിരെയുള്ള സംരക്ഷണം. അതായത് ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തെറ്റിനുള്ള ശിക്ഷ മാത്രമേ നൽകാവൂ. അന്യായമായി ഒരാളെയും ശിക്ഷിക്കരുത്. അത്തരത്തിലുള്ള ശിക്ഷയിൽ നിന്നും സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. ഇനി ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യവും. ആർട്ടിക്കിൾ 21 പ്രകാരം ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും അയാളുടെ വ്യക്തിത്വം വികസിപ്പിക്കാൻ ആവശ്യമുള്ള സാഹചര്യം ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴും നോക്കണം, പൊതുവ്യവസ്ഥ, ക്രമസമാധാനം, രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത ഇവയൊന്നും തകർക്കാത്ത രീതിയിൽ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും അയാളുടെ വ്യക്തിത്വം വികസിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്നത്. അതാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 22, പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം. ഈ അവകാശപ്രകാരം ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും അന്യായമായ അറസ്റ്റിൽ നിന്നും സംരക്ഷണം നൽകുന്നു. വിചാരണ കൂടാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനെ ഇത് വിലക്കുന്നു. അതുപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്നും ഈ ഒരു അവകാശം വ്യവസ്ഥ ചെയ്യുന്നു. ആർട്ടിക്കിൾ 22 അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ആർട്ടിക്കിൾ 22 മറ്റൊരു കാര്യം കൂടി വ്യവസ്ഥ ചെയ്യുന്നു. പ്രിവെന്റീവ് ഡിറ്റൻഷൻ അല്ലെങ്കിൽ കരുതൽ തടങ്കൽ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കൂടി ആർട്ടിക്കിൾ 22 ഉൾപ്പെടുത്തുന്നുണ്ട്. കരുതൽ തടങ്കൽ അല്ലെങ്കിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്താണെന്ന് വിശദമായി പഠിക്കണം. അത്
ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. കരുതൽ തടങ്കൽ അല്ലെങ്കിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ. എന്താണ് കരുതൽ തടങ്കൽ? കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞാൽ ഇതൊരു മുൻകൂർ നടപടിയാണ്. ഒരു മുൻകരുതൽ നടപടിയാണ് കരുതൽ തടങ്കൽ. അതായത് ഒരാൾ തെറ്റ് ചെയ്യുമോ എന്ന് ഭയന്ന് മുൻകരുതലായിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ ആർട്ടിക്കിൾ 22 വ്യവസ്ഥ ചെയ്യുന്നു. എങ്ങനെയുള്ള തെറ്റുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്? രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വം, ക്രമസമാധാനം, പ്രതിരോധം, വിദേശകാര്യം, അവശ്യ വസ്തുക്കളുടെ വിതരണം, അവയുടെ ശേഖരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരാൾ തെറ്റ് ചെയ്യുമോ എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ അയാളെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ അല്ലെങ്കിൽ കരുതൽ തടങ്കൽ. ഇതൊരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു പ്രിവെൻഷനായിട്ട് ചെയ്യുന്ന നടപടിയാണ്. ഒരു മുൻകരുതൽ നടപടിയാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. മൂന്നാമത്തെ മൗലികാവകാശമാണ് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 23, 24 ആണ് ഇത് ഉറപ്പു നൽകുന്നത്. ആർട്ടിക്കിൾ 23 അസാൻമാർഗിക ചെയ്തികളെയും അടിമവേലയെയും നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ചെയ്തികൾ അതായത് ഇമ്മോറൽ ട്രാഫിക്, അതുപോലെ അടിമപ്പണി അല്ലെങ്കിൽ ബെഗാർ, മറ്റ് നിർബന്ധിത തൊഴിലുകൾ എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ഒരാൾക്ക് ഇഷ്ടമില്ലാതെ അയാളെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നു, അതുപോലെ ഇഷ്ടമില്ലാതെ നിർബന്ധിച്ച് ഇമ്മോറൽ ട്രാഫിക്കിന് വിധേയമാക്കുന്നു, അതുപോലെ അടിമപ്പണി, കൂലിയൊന്നും കൊടുക്കാതെ അല്ലെങ്കിൽ അടിമയെ പോലെ ജോലി ചെയ്യിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ചൂഷണത്തിൽ നിന്നും സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 പ്രൊട്ടക്ഷൻ ഫ്രം ചൈൽഡ് ലേബർ. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് ഫാക്ടറികൾ, ഖനികൾ പോലെയുള്ള അപകടകരമായ സാഹചര്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്നത് വിലക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ബാലവേല നിരോധനം. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യിപ്പിക്കുന്ന വിലക്കുന്നതാണ് ആർട്ടിക്കിൾ 24. നാലാമത്തെ മൗലികാവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഉറപ്പു നൽകുന്ന അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 25 പ്രകാരം ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും അയാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, അതനുസരിച്ച് ജീവിക്കാം, അത് പ്രചരിപ്പിക്കാം. ഈ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 26 മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുവകകൾ ആർജിക്കാനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 26 ഉറപ്പു നൽകുന്നത്. ആർട്ടിക്കിൾ 27 മതപരിപാലനത്തിനും മതപ്രോത്സാഹനത്തിനുമുള്ള പണം നികുതിയിൽ നിന്നും ഒഴിവാക്കണം. അതായത് മതത്തിന്റെ പേരിൽ ഒരാളിൽ നിന്നും നികുതി ഈടാക്കാൻ പാടില്ല. മതപരമായ ആവശ്യങ്ങൾക്ക് ഗവൺമെന്റ് നികുതി ഈടാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 27. ആർട്ടിക്കിൾ 28 പൊതു ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു മതവും പഠിപ്പിക്കാൻ പാടില്ല. മതബോധനം നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 28. പൊതു ഉടമസ്ഥതയിൽ അതായത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ, ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു മതവും പഠിപ്പിക്കാൻ പാടില്ല, അത് നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 28. അപ്പോ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്ന നാലാമത്തെ മൗലികാവകാശം ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നു. മതപരമായ സ്ഥാപനങ്ങൾ നടത്തുന്നുള്ള അവകാശം ഉറപ്പു നൽകുന്നു. മതത്തിന്റെ പേരിൽ നികുതി പിരിക്കരുത് എന്ന് അവകാശം നൽകുന്നു. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം പഠിപ്പിക്കുന്നത് നിരോധിക്കുകയും ചെയ്യുന്നു. ഇനി അഞ്ചാമത്തെ മൗലികാവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർട്ടിക്കിൾ 29, 30 ആണ് ഇത് ഉറപ്പു നൽകുന്നത്. മൈനോറിറ്റീസ് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, സംസ്കാരം, ലിപി മുതലായവയെ സംരക്ഷിക്കാനുള്ള അവകാശം നൽകുന്നതാണ് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും അവ
നടത്തുന്നതിനുമുള്ള അവകാശമാണ്. ഇനി ആറാമത്തെ മൗലികാവകാശമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആറാമത്തെ മൗലികാവകാശം ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം അല്ലെങ്കിൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആർട്ടിക്കിൾ 32 ആണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഇന്ത്യൻ പൗരന് ഉറപ്പു നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിൽ 5 അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തിയ ഒരു അവകാശമാണ് ആറാമതായിട്ടുള്ള ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഡോക്ടർ BR അംബേദ്കർ ഈ ഒരു അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ദി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ ഈ ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ 5 മൗലികാവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആറാമത്തെ മൗലികാവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആറാമത്തെ മൗലികാവകാശം എന്ന് പറയുന്നത് കോടതി വഴി ബാക്കിയുള്ള മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള അവകാശങ്ങളാണ്. ആറാമത്തെ മൗലികാവകാശം അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിക്കും. ഇന്നിപ്പോ ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം അറിഞ്ഞു വെക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അവകാശങ്ങൾ എന്താണെന്ന് പഠിച്ചു, സാധാരണ അവകാശവും മൗലികാവകാശവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന പാർട്ട് 3 മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗമായിട്ടാണ് ഈ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്നത്. മൊത്തം 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇങ്ങനെ 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഓരോ അവകാശങ്ങളിലും അതിന്റെ ആർട്ടിക്കിളുകളും നമ്മൾ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് 6 അവകാശങ്ങൾ പഠിക്കുക. ഓരോ അവകാശങ്ങളിലും ആർട്ടിക്കിളുകൾ എന്താണ് പറയുന്നത് എന്നും പഠിക്കണം. സമത്വത്തിനുള്ള അവകാശം പറയുമ്പോൾ ആർട്ടിക്കിൾ 14, 15, 16, 17, 18. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുമ്പോൾ 19 മുതൽ 22 വരെ, അതായത് 19, 20, 21, 22. അങ്ങനെ ഈ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയണം. അങ്ങനെ തന്നെ പഠിക്കാൻ വേണം. essay ആയിട്ടാണ് ഒരുപാട് തവണ ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഇത് പഠിക്കണം. ഈ അവകാശങ്ങൾ കുറച്ചധികം തവണ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. ഇനി ആറാമത്തെ മൗലികാവകാശമായിട്ടുള്ള ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ കുറിച്ച് വിശദമായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവരും ഈ 6 മൗലികാവകാശങ്ങളും എന്താണെന്ന് വിശദമായി പഠിക്കണം. ആ ഓരോ ആർട്ടിക്കിളുകളും എന്താണ് പറയുന്നത് എന്ന് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണം. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.